നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാത്തതായിട്ടുണ്ടോ? ക്രിറ്റിസിസം അതെപ്പോഴും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമല്ല, നമ്മളത് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഒരാളുടെ വ്യക്തി വികാസത്തിനും അതേപോലെ തന്നെ ഒരാളുടെ പ്രൊഡക്ടിവിറ്റിക്കും അത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം അത് ശരിയാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും അദ്ദേഹം ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ അത് തെറ്റായിട്ടിരിക്കാം. അങ്ങനെ തെറ്റായിട്ട് വരുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടേതായിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് നമ്മുടെ ജോലിയുടെ ഭാഗവുമാണ്. അപ്പോൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരിക്കലും അധികം നമ്മളിപ്പോൾ ടീം മീറ്റിംഗിലൊക്കെ ആണെന്നെങ്കിൽ ഒന്നെങ്കിൽ ഒരു കോൺ കോൾ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു VC-യിലൂടെ അല്ലെങ്കിൽ നേരിട്ടോ എല്ലാവരും മുന്നിൽ വെച്ചിട്ടായിരിക്കും ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെ? അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു റൂമിലോട്ട് മാറ്റി ഇരുത്തിയിട്ടോ വേണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ. അങ്ങനെ വന്നുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് അദ്ദേഹത്തിന് കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം അത് നല്ല രീതിയിലായിരിക്കും അത് എടുക്കുക. തീർച്ചയായിട്ടും അങ്ങനെ എടുക്കുമ്പോൾ നമുക്കും അവർക്കും രണ്ടും ഒരുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മൾ ഈ ക്രിറ്റിസിസം കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് ഒരിക്കലും ഇത് നിങ്ങൾ ചെയ്ത് തെറ്റ് എന്നല്ല പറയേണ്ടത്. നമ്മൾ പറയുന്ന 1-2 രീതികളുണ്ട്. ഈ സംഭവം നിങ്ങൾ ചെയ്തത് ശരിയായിരുന്നു, പക്ഷേ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ അത് ശരിയല്ലായിരുന്നു. അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷെ അത് ഒന്നുകൂടി മാറ്റിക്കൂടെ, ഇത് ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്ത് ഒന്നുകൂടി നന്നായിരുന്നു. ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ആൾക്കാർക്ക് ഒരു ക്രിറ്റിസിസം, കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് നിങ്ങൾ കൊടുത്തു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിജയം അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിന്റെ ഒരു കെട്ടുറപ്പ് വീണ്ടും കൂട്ടാൻ തന്നെ ഇത് സഹായിക്കും.